ചന്തു നിനക്കെന്നെ ഓർമ്മയുണ്ടോ? നിനക്കെന്നെ ഓർമ്മയുണ്ടോന്ന്? പണ്ട് സെന്റ് ജോർജ് സ്കൂളിൽ വെച്ച് നടന്ന കലോത്സവം ഓർമ്മയുണ്ടോ? അവിടെ ബാത്റൂമിന്റെ ഉള്ളിൽ വെച്ച് നടന്നത് ഓർമ്മയുണ്ടോ? നിനക്ക് വല്ല പ്രാന്തുണ്ടോ? ഇവൻ വല്ല കംപ്ലൈന്റ് കൊടുത്താൽ നീ എന്ത് ചെയ്യും? പിന്നെ ഇതില് നിനക്കൊരു പരാതിയില്ല, മനസ്സിലായടാ? അടി ക്ലാസ് അലർട്ട് സെൻസിനി റേ സ്ലോ ജംപ് 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 സൂപ്പർ. നോക്കട്ടെ. ഇല്ല കിട്ടില്ല ഇല്ലേ? ഇത് മൊത്തം ഷെയ്ക്കാണല്ലോ തോമി, ഒന്ന് ഇളക്കാതെ പിടിക്കോ? എല്ലാവരും ഡാൻസ് ചെയ്ത് ക്ഷണിച്ചല്ലോ, നമുക്ക് തണുത്തത് കുടിച്ചാലോ? എടുത്തോ, തണുത്തതാ. നല്ല തണുപ്പുണ്ട്. ഇതുവരെ പ്രിൻസിപ്പളിന്റെ വിളിയൊന്നും വരാത്ത സ്ഥിതിക്ക് അവൻ പരാതിയൊന്നും കൊടുത്തു കാണില്ല. നിങ്ങളത് വിട്ടില്ലേ? പണ്ടെങ്ങാണ്ടും നിന്റെ ഫേസ്ബുക്കിൽ മെസ്സേജ് എന്റെ വൈരാഗ്യം നീ ഇതുവരെ വിട്ടില്ലല്ലോ. എന്നാലേ ഒരു സത്യം പറയട്ടെ. എന്ത് സത്യം? അവൻ ആദ്യം മെസ്സേജ് അയച്ചത് ഞാനാ. എടി മഹാഭാവി, ഫേസ്ബുക്ക് അക്കൗണ്ട് എടുത്ത കാലം തൊട്ട് ഞാൻ അവനെ തരണതാ. പണ്ട് സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് പോയ എന്റെ ചേട്ടായിനി ഇടിച്ചവനവൻ. ഈ പാവത്തിന് ഇടിച്ച് ചോര വരുത്തിയവനെ പിന്നെ ഞാൻ വെറുതെ വിടണം? അപ്പൊ എല്ലാരും വീട്ടിലോട്ട് പൊക്കോളൂ. ബ്രീത്ത് നന്നായി വലിച്ചോണ്ട് പൊക്കോളൂ. ആ ബ്രീത്ത് വിടൂ. ഇൻഹീൽ എക്സീൽ. അന്ന് നോട്ടട്ടതവനെ. പിന്നെ ഇന്നാ തമ്പുരൻ എന്റെ കൈപ്പാങ്ങിനെ കൊണ്ടേ തന്നെ. എന്റെ പരിമല പുണ്യാളാ, ഞാനൊരു 100 മെഴുകുതിരി കത്തിച്ചേക്കാവേ. എന്നാലേ തീരെ കൊച്ചേ എന്റെ മക 100 കൂടി. ആ നേർന്നോ ഉന്നാര മക്കളെ, രണ്ടെണ്ണത്തിനും മത്സരിച്ചങ്ങ് നേർന്നാ മതിയല്ലോ. കളസം കീറുന്നത് ഈ അപ്പന്റെ ആണല്ലോ. അല്ല ഇപ്പൊ ഇത്ര അത്യാവശ്യമായിട്ട് നേരത്തെ ഇവിടെ എന്ത് കാര്യം ഉണ്ടായത്? അത് പിന്നെ ചാച്ചൻ നാളത്തെ ഉദ്ഘാടനത്തിന് ഏതെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റിനെ കൊണ്ടുവരാതെ നല്ലൊരാളെ കൊണ്ടുവരാൻ വേണ്ടി നേർന്നതാ. ആഹാ, എന്നാ പിന്നെ മമ്മൂട്ടി മോഹൻലാലിനെ കൊണ്ടുവരാം. അയ്യോ അത്രയ്ക്കൊന്നും വേണ്ടേ? എന്നാ മക്കള് കേട്ടോ, ഒരു കിടിലൻ കക്ഷിയാ വരാൻ പോകുന്നത്. അതിഗംഭീര സെലിബ്രിറ്റി. നിങ്ങളുടെ സ്കൂള് മുഴുവൻ ഞെട്ടി തരിക്കും. നീങ്ങ വന്നേ. എന്താ ചേച്ചാ? അതെ, ഞാൻ താഴെ ഫ്രിഡ്ജിൽ ഒരു കേസ് ബിയർ മേടിച്ച് തണുക്കാൻ വെച്ചിട്ടുണ്ടേ. അറിയാം. എങ്ങനെ അറിയാം? അല്ല കണ്ടായിരുന്നു. അതിന്ന് 2 എടുത്ത് വേണമെങ്കിൽ നിങ്ങള് കൂട്ടുകാരെല്ലാവരുടെ കഴിച്ചു. ഇതെന്താ തുമ്പി തരപ്പെടുന്ന ഒരു ഗ്യാസ്? അത് ഇത്ര നീളത്തില്? ചാച്ചന്റെ ഫ്രിഡ്ജിലിരിക്കുന്ന ബീറില്ലേ, അതിന്റെ ഗ്യാസ്. വിഷമിക്കണ്ട, ചാച്ചനൊരെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട്. ക്ലാസ് കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നല്ലേ, പോയി കുടിച്ചു. നല്ലതാ. ഒരൊറ്റ ഉം. പിള്ളേരെ, ഞാനിപ്പോ പഴത്തിന്റെ അത്രയുള്ള സാധനങ്ങള് അടിച്ചത് ഒരു കേസ്. അച്ഛോ, ഓക്കെ ബൈ. അച്ഛാ എന്തോ പിന്നെ നമ്മുടെ വിശിഷ്ടാതിഥിയെ കുറിച്ച് പറയുമ്പോ ഇതും കൂടെ ഒന്ന് വായിച്ചേക്കണം. എന്റെ ഒരാളുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ഈ വിശിഷ്ടാതിഥി വന്നത്. പ്രത്യേകം ഒന്ന് പറഞ്ഞേക്കണം. നടൻ, തിരക്കഥാകൃത്ത്, സംവിധായകൻ, പ്രൊഡ്യൂസർ, സംഗീത സംവിധായകൻ, ഗാനരചയിതാവ്. ഇവനാള് കൊള്ളാമല്ലോ. മോശം ഒരാളെ ഞാൻ കൊണ്ടുവരുമോ? പേര് തന്നെ എനർജി സ്റ്റാർ ഉന്മേഷുന്ന. മാറിയുന്നേ എന്തുട്ടി ഒളിഞ്ഞു നോക്കണ. ഉന്മേഷ് സാർ സ്റ്റേയിലേക്ക് വല്ലേ സ്കൂളിലെ സ്റ്റാൻഡേർഡ് കളയാൻ.
കഴിക്കട്ടാ. സോറി, PTA പ്രസിഡന്റ് മോനായി പോയി. നീ കഴിച്ചോടാ. സാറേ ഒരു 2 മിനിറ്റ്. സാറിന് ഏലക്കിട്ട് നല്ലൊരു ചായ ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ഇതവൻ കഴിച്ചോട്ടെ. തോന്നി കുറച്ചേരം ഇങ്ങോട്ട് കൊണ്ടുവരും ഉറപ്പാ. ഞാൻ എനർജി സാറിനെ ഒന്ന് കണ്ടേച്ചും വരാം. എന്നാ ഇതോടെ ഞാൻ കൊണ്ടുപോക്കോ. അത് അച്ഛൻ വെച്ചോ. അല്ല അച്ഛന്റെ പാട്ട് പാടി കഴിയുമ്പോ എല്ലാം മറക്കും. അതെ എന്റെ പേര് ആ ടീച്ചറെ, അല്ല എന്റെ പാട്ടെപ്പോഴാ? ഫാദറിന്റെ പാട്ട് ഗസ്റ്റിന്റെ സ്പീച്ച് കഴിഞ്ഞിട്ട്. ഗസ്റ്റ് വന്നിട്ടൊന്നും പോരാ. എന്താ? ഞാനേ പോയി പാടി പിള്ളേരെയൊക്കെ ഒന്ന് ഓളത്തിലാക്കാം. അല്ലെങ്കിലുണ്ടല്ലോ ഞാൻ ഔട്ടി പോവും. അല്ല ടീച്ചർ, അച്ഛൻ എന്താണ് അങ്ങനെ വെപ്രാളത്തിൽ പോണത്? ഗസ്റ്റ് വരുന്നതിന് മുമ്പ് പാട്ട് പാടാനായിട്ട് പോയേക്കുവാ. സ്റ്റേജിലാ? ദൈവമേ, പണി പാളിയാ. എടാ ചന്തു, ഒന്ന് നിന്നടാ. എടാ ഈ ചായ കൊണ്ടുപോയത് പ്രിൻസിപ്പലിന്റെ റൂമിൽ കൊടുത്ത് അവിടെ ഗസ്റ്റ് ഇരിപ്പുണ്ട്. പെട്ടെന്ന് തുളുമ്പിക്കളയല്ലേ. നമ്മൾ തമ്മിലുള്ള അടുപ്പം കഴിഞ്ഞ PTA മീറ്റിംഗിന് ഇവിടെയുള്ള നാറികളോട് പറഞ്ഞപ്പോഴേ എല്ലാവരും ഭയങ്കര പുച്ഛമായിരുന്നു. അതുകൊണ്ട് പ്രസംഗിക്കുമ്പോ എന്നെ കുറിച്ചും നമ്മൾ തമ്മിലുള്ള ആത്മബന്ധത്തെ കുറിച്ചും ഒന്ന് പൊലിപ്പിച്ച് കാച്ചേക്കണം. ചുമ്മാ കിടക്കട്ടെന്ന്. സാറേ, നമ്മുടെ സ്റ്റേജ് റെഡിയാ, നമുക്കങ്ങ് പോയാലോ? അവിടെ അതെ, സെലിബ്രേറ്റ് ഇവിടം വരെ കൊണ്ടുവന്നെങ്കിൽ അങ്ങോട്ട് കൊണ്ടുവരാനും അറിയാം. ഞാൻ കൊണ്ടുവന്നോളാം. പൊക്കോ. ആണോ? ആ എന്നാ കൊണ്ടുവന്നോ. അവന്റെ ഒരു എളിമ എന്തൊരു പുച്ഛമായിരുന്നു. സ്റ്റേജിലേക്ക് പോയാലോന്ന്. ആ, ഇതെന്റെ മകൾ ടീന. +2 കൊമേഴ്സ് പഠിക്കുന്നു. പിന്നെ ഇവള് ഭയങ്കര കരാട്ടക്കാരിയാ. ഇവളാ ഇത് കണ്ടോ, ഇവള് മേടിച്ച സമ്മാനങ്ങളുടെ ലിസ്റ്റ് ആയത് കരാട്ടയ്ക്ക്. നോക്കിയേ. ഇത് മുഴുവൻ ഞാൻ സ്റ്റേജിൽ പറയണമായിരുന്നു. എന്ത് വേണം? പിന്നെ ഇത് മൊത്തം എങ്ങനെ പറഞ്ഞു തീർക്കാനാ? കുറച്ച് ഒരു ദിവസമെങ്കിലും എടുക്കും. പക്ഷെ ഒന്ന് മാത്രം പറയണം. ഈ അടുത്ത് കട്ടപ്പനയിൽ വെച്ച് നടന്ന ഷാങ്ഹായ് ഷോട്ടോക്കാൻ കരാട്ടെ മത്സരത്തിൽ ഗോൾഡ് മെഡൽ നേടിയ കുഞ്ഞച്ചന്റെ മകൾ ടീനയ്ക്ക് അഭിനന്ദനങ്ങൾ. പറഞ്ഞേ. ഷാങ്ഹായ് ഒന്നും വേണ്ട, ഒക്കെ പഠിച്ചു, എല്ലാം പഠിച്ചു. എത്ര നെടുനടങ്ങൻ ഡയലോഗുകൾ പച്ചവെള്ളം പോലെ പറയുന്ന ആളാ. ഒക്കെ ഈ കുഞ്ഞു മനസ്സിലുണ്ട്, എനിക്കറിയാം. അതെ, ഞാൻ ഇപ്പൊ ചോദിക്കുന്ന മാത്രം പറ്റുകയെന്ന് പറയരുത്. ഉന്മേഷ്, പിള്ളേരുമായിട്ടൊരു ഫോട്ടോ എടുത്തേ. എല്ലാരും വന്നേ. മോനെ ഉന്മേഷെങ്കിലും ഫോട്ടോ എടുക്കണ്ട. അതെ, അവന് ഈ കുഞ്ചാക്കോ പോവനോട് വരെ ഇങ്ങനെയാ പറയുന്നത്. സോറി. റെഡിയാണോ? റെഡി. റെഡിയേ? ചന്തു, ഈടോ താനിപ്പോ ഇവിടെയാണോ പഠിക്കുന്നേ? എനിക്കറിയില്ലായിരുന്നു. ഇത് ഭയങ്കര സർപ്രൈസ് ആയിപ്പോല്ലോ ഇവിടെ. ക്വൈറ്റ് അൺബിലീവബിൾ. എന്താ കുട്ടപ്പ ഇത് പഠിച്ചേ? കുട്ടപ്പനല്ല മിസ്റ്റർ ഉന്മേഷ്, കുഞ്ഞച്ചൻ. ഈട നിന്നെ കണ്ടിട്ട് എത്ര നാളായടാ. ഭയങ്കര സംഭവമായി പോയി കേട്ടോ. വാ, ലെഫ്റ്റ് അല്ലേ സ്റ്റേജ്? അതെ, ഷാങ്ഹായ് മറക്കല്ലേ. പറയും. കുളിരും കൊണ്ടു കുണുങ്ങി നടക്കണ മലയാളി പെണ്ണാണു നീ, ഒരു മലയാളി പെണ്ണാണു നീ. താങ്ക് യു. നമ്മുടെ വിശിഷ്ടാതിഥി എത്തിച്ചേർന്നിരിക്കുകയാണ് നടനും സംവിധായകനും തിരക്കഥാകൃത്തും ഗാനരചയിതാവും പ്രൊഡ്യൂസറും ഒക്കെയായ സൂപ്പർ സ്റ്റാർ ഉന്മേഷിനെ നമുക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. ഞാൻ കൊണ്ട് നാളെ തൊട്ട് പോരും. ഇരിക്കെ. എന്തോ? ഡിയർ സ്റ്റുഡൻസ്, കുഞ്ഞച്ചൻ വളരെ കഷ്ടപ്പെട്ടാണ് ഉന്മേഷിനെ നമുക്ക് അറേഞ്ച് ചെയ്തത്. ഉന്മേഷ് സിനിമയിൽ മാത്രമല്ല, സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യത്തിൽ അവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച് പല അംഗീകാരങ്ങളും സമ്മാനങ്ങളും നേടിയിട്ടുള്ള വ്യക്തിയാണ്. എനർജി സ്റ്റാറായിട്ടുള്ള ഉന്മേഷിനെ നമ്മുടെ കലോത്സവത്തിന്റെ ഉദ്ഘാടനത്തിനായി ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നിർത്തിവെച്ചുകൊണ്ടാണ് ഇന്ന് ഈ പരിപാടിയിലേക്ക് വന്നത്.